ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എയർലൈൻ ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി ക്ലോത്താണ്. ഒരളവ് ചുരിദാർ വെച്ചാണ് ഞാൻ ഇതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത്, ഈ ടോപ്പിന് എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും ഇറക്കത്തിൽ തുണിയെ 4ആയി മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ അളവ് ചുരിദാർ വെച്ച് നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. ടോപ്പിൻ്റെ ഇറക്കം ഞാനൊരു 45 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 45 ഇഞ്ചിൽ ഞാൻ ഈ തുണിയെ 4ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 45 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കി തുണി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഇതിൻ്റെ അളവ് ചുരിദാർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഓരോ അളവും മാർക്ക് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ ബാക്ക് വശമാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചെയ്തത് ഷോൾഡർ ജോയിൻ്റ് മാർക്ക് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്തത് ആം ഹോൾ ജോയിൻ്റ് ആണ്. ഇനി ആം ഹോൾ ജോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ കർവ് ഞാൻ ഈ ടോപ്പ് വെച്ച് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കൂടി തയ്യത്തുമ്പോൾ കൂട്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വണ്ണം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ മുകളിൽ വരച്ച ഈ ലൈനിലാണ് വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഇനി അതിൻ്റെ തയ്യൽ തുമ്പ് ഞാനിപ്പോൾ 1 ഇഞ്ചാണ് കൂട്ടിയിടുന്നത്. 1 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്തു. ഇതിൻ്റെ ഷേപ്പ് ഈ അളവ് ചുരിദാർ വെച്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയാണോ ഇതിൻ്റെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു കൊടുക്കുക. അവിടെ വരെയാണ് ഷേപ്പ് കൊടുത്ത് വരയ്ക്കുന്നത്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 9.5 ഇഞ്ചിൻ്റെ ഇരട്ടി ആയിരിക്കണം നമ്മൾ താഴത്തെ വീതി എടുക്കേണ്ടത്. താഴെ എടുക്കേണ്ട വീതി 19 ഇഞ്ചാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 3 അതിൽ കൂടുതലോ ഇഞ്ച് ഒന്ന് കൂട്ടിയെടുക്കാം. ഇതിൻ്റെ താഴെ ഞാൻ വീതി കുറവായതുകൊണ്ട് ഒരു 4 പീസ് തുണി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 21 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 21 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുകളിലോട്ട് ഒരു 2.5 ഇഞ്ച് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇതിൻ്റെ താഴെ ലൈനിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് വരക്കാൻ എളുപ്പമാണ്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നിന്ന് ഇതിൻ്റെ ഈ പോയിന്റിലേക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാനൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്.
ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിൻ്റെ കഴുത്ത് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു 6 ഇഞ്ചും ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ചുമാണ് ഞാൻ വരച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും പീസാണ് നമുക്കിവിടെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഈ പീസ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൈ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈയിൻ്റെ ഇറക്കം ഞാനൊരു 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. മൂന്നിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി കൈ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൈ ലൂസ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. 6.5 ഇഞ്ചാണ് ആം ഹോൾ വന്നിരിക്കുന്നത്. പ്ലസ് 2 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പ് കൂടി കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അവിടത്തേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ കൈയിൻ്റെ വണ്ണം ഞാനൊരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. കൈ വണ്ണം 7 ഇഞ്ചാണ് എടുത്തത്. നീ ലൈന് ഇതൊന്ന് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. കൈ ലൂസ് ഞാൻ 7.5 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഇനി ഇതിനെ മാറ്റി കൊടുത്ത് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ കൈ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ആ ഷേപ്പിൽ ഞാൻ ഇതുപോലൊരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കഴുത്ത് സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു ഷേപ്പിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഉൾവശം ഞാനൊരു കൈത്തുണി തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്തിൻ്റെ കഴുത്തിന് സ്റ്റിച്ച് ചെയ്ത ആ പീസ് തുണി ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിനിങ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിലുള്ള ഈ പീസ് തുണി എടുത്ത് ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് സീമലൻസ് ഇട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെയാണ് കാണിച്ചതാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എൻഡിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിങ്ങനെ അടച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഷോൾഡർ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് വശത്തുള്ള ഈ തുണിയെ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈത്തുണി കൊടുക്കാം. കൈ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൈ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്തത് നമ്മൾ ഓൾറെഡി ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഷേപ്പ് തന്നെ ഞാൻ ഇതിൻ്റെ സൈഡിൽ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് സ്ലിറ്റ് വരെ വരച്ചു കൊടുത്തു. അതിന് ശേഷം താഴേക്ക് ഒരു 3/4 ഇഞ്ച് താഴെ സീം അലവൻസ് വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾ സ്റ്റിച്ചിങ് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഈ ഷേപ്പിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ സൈഡ് ഭാഗം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. ഞാനൊരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി അതൊന്നുകൂടി മടക്കി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ചോളം അടിയിൽ മടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മടക്കുമ്പോൾ നിങ്ങൾ ഈ സ്ലോപ്പ് ചെയ്ത് അവിടെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മടക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത ആ ഭാഗത്ത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് മാത്രമേ ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വലിച്ച് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം.